Good morning. How are you? Good morning, Miss. How are you? I'm fine. How are you, Miss? I'm fine. How are you, Miss? Good morning, Miss. Good morning. വീഡിയോ ഓൺ ചെയ്ത എല്ലാവരും. ക്ലാസ് കഴിയുന്നത് വരെ മക്കളെല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് മാത്രം ഇരുന്നാ മതി കേട്ടോ. ഓക്കെ മിസ്. കേട്ടല്ലോ? ഓക്കെ. വീഡിയോ ഓൺ ചെയ്ത എല്ലാവരും. മിസ്സിന് പേരെടുത്ത് പറയണോ? Take your Hindi textbook and present. Type your chatting box. മിസ് വീഡിയോ ഓൺ ആക്കേണ്ട സമയം തന്നു. വീഡിയോ ഓൺ ആക്കാത്തവരുടെ പേര് കൃത്യമായി ഇപ്പം മിസ് എടുത്ത ഫോട്ടോയിൽ കാണും. പേര് മാത്രം. ജോയൽ ജോസഫ് വീഡിയോ ഓൺ ചെയ്യണമെന്ന് മിസ് പറഞ്ഞ കേൾക്കുന്നില്ല. സാമുവൽ, സന, മിസ് അത് പ്രസന്റ് ഇട്ടപ്പോ ഓഫ് ആയി പോയതാ. എന്താണ്? പ്രസന്റ് ഇടുമ്പോ ഓഫ് ആവുന്നേ. ക്ലിയർ ആയില്ല. പ്രസന്റ് ടൈപ്പ് ഒരു തവണ മാത്രമേ, 2 തവണ ചെയ്തവർക്ക് മിസ് പ്രസന്റ് തരില്ല. ഒരു തവണ ചെയ്തവർക്ക് മാത്രമേ മിസ് പ്രസന്റ് തരികയുള്ളൂ. എറിക് ആന്റോണിയോ വീഡിയോ ഓൺ ചെയ്തിരുന്നേ. എല്ലാവരും ഒരു തവണ പ്രസന്റ് ടൈപ്പ് ചെയ്തില്ലേ? 5 പ്രാവശ്യം 10 പ്രാവശ്യം ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്രസന്റ് മാത്രമേ തരുകയുള്ളൂ. പിന്നെ എന്തിനാണ് ഇങ്ങനെ എന്താണ് 5-6 പ്രാവശ്യം ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ? ഒറ്റ തവണ അത് ഇതിൽ കാണും. നിങ്ങളത് വീണ്ടും മിസ് കണ്ടില്ലോ എന്ന് കരുതി വീണ്ടും 5-6 പ്രാവശ്യം അയക്കുന്നുണ്ട്. അങ്ങനെ വേണ്ട. ടേക്ക് യുവർ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ലെസൺ എടുത്തത്? റാണി ചെന്നമ്മ അല്ലേ? റാണി ചെന്നമ്മ ലെസൺ എടുത്തു. അപ്പൊ അതുവരെയുള്ള ടെക്സ്റ്റിലെയും നോട്ടിലെയും വർക്കുകൾ കംപ്ലീറ്റ് ആയോ? മിസ് വിളിക്കുന്നവർ ഇപ്പൊ തന്നെ പറയണം എന്നോട്. ആവണി മഹേഷ് മിസ്സിന് അയച്ചു തന്നോ വർക്കുകള്? ആവണി മഹേഷ് ടെക്സ്റ്റിലെയും നോട്ടിലെയും വർക്ക് മിസ്സിന് അയച്ചു തന്നോ? ഇതുവരെ ഉള്ളത് കോപ്പി റൈറ്റിങ്ങും അയച്ചിട്ടുണ്ട്. സ്റ്റാർ കിട്ടിയോ മിസ്സിന്റെ കയ്യിൽ നിന്ന്? നോട്ട് അയച്ചു തന്നവർക്ക് സ്റ്റാർ മിസ് അയച്ചു തരുമല്ലോ, കംപ്ലീറ്റ് ആക്കിയവർക്ക്. അപ്പൊ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടാവും അയക്കുന്നത്. ടെക്സ്റ്റ്, നോട്ട്, കോപ്പി റൈറ്റിംഗ് ഇവ അയച്ചവർക്ക് സ്റ്റാർ കിട്ടിക്കാണും. സ്റ്റാർ കിട്ടിയവരൊന്ന് കൈപൊക്കിക്കേ, തമ്പ് കാണിച്ചേ. സ്റ്റാർ കിട്ടിയവര് മാത്രം. സ്റ്റാർ കിട്ടിയവര് എഡ്വിൻ, സെൽന, പിന്നെ സന. ആരാ എന്താ പറഞ്ഞത്? മിസ് എനിക്ക് സ്റ്റാർ അല്ലാതെ മിസ് വേറെന്തോ ഞാൻ അയച്ചപ്പോ തന്നിരുന്നു. സ്റ്റാറാ? സ്റ്റാർ അല്ലാതെ വേറെന്തോ ഒരു സ്റ്റിക്കർ തന്നിരുന്നു. സ്റ്റാർ തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയെങ്കിൽ ഓക്കെ. എഡ്വിൻ ഓക്കെ. ബാക്കിയുള്ളവരോ? നിങ്ങൾക്ക് സ്റ്റാർ ഒന്നും വേണ്ടേ? ചോക്ലേറ്റ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്,
ട്രോഫി ഉണ്ട്. ഇതൊന്നും വേണ്ടേ? വെറുതെ കിട്ടില്ല. വർക്കുകൾ ചെയ്ത് അയച്ചാലേ കിട്ടുള്ളൂ. മിസ്സിനൊന്നും അയക്കുന്നില്ല 4ാം ക്ലാസ്സുകാര്. കുറെ പേരുണ്ട്. ഓൺലൈൻ ക്ലാസ്സിന് കുറച്ചു പേര് മുഖം കാണിക്കുന്നു എന്നല്ലാതെ പിന്നെ നിങ്ങളുടെ അഡ്രസ് ഇല്ല. എന്താ അങ്ങനെ? മിസ് പറഞ്ഞിട്ടില്ലേ ക്ലാസ്സില് നോട്ടും ടെക്സ്റ്റ് ബുക്കും കംപ്ലീറ്റ് ആക്കാത്ത ഒരു ക്ലാസ്സിൽ കയറി ഇരിക്കണ്ടെന്ന് മിസ് പറഞ്ഞതല്ലേ? ഇപ്പൊ മിസ് തൂക്കി പുറത്തേക്ക് ഇടണോ? എടുത്ത് പുറത്തേക്ക് എറിയണം നിങ്ങൾ ഓരോരുത്തരെയും. ഓരോ ദിവസം തരുന്നത് വർക്കുകള്, കഴിഞ്ഞ ബുധനാഴ്ച തന്ന വർക്കുകള് നിങ്ങൾക്ക് ഇത്രയും ദിവസങ്ങളായിട്ട് എഴുതി അയക്കാൻ പറ്റുന്നില്ല എന്നുണ്ടോ? ജോൽ ആൻഡ് ജോമൽ കുറെ വർക്കുകൾ അയച്ചു, പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇല്ലേ? കോപ്പി റൈറ്റിംഗ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരുടെയും കോപ്പി റൈറ്റിംഗ് ഉണ്ട്. എത്രേ? സിദ്ധാന്ത് നോട്ടും ടെക്സ്റ്റും കംപ്ലീറ്റ് ആക്കി മിസ്സിന് അയച്ചോ? സ്റ്റാർ ഒക്കെ കിട്ടിയോ? ഒന്നും കിട്ടിയില്ലേ? ഒരു ഗിഫ്റ്റും കിട്ടിയില്ലെങ്കിൽ നിന്റെ നോട്ട് കംപ്ലീറ്റ് അല്ല. ഒന്നുകിൽ കോപ്പി റൈറ്റിംഗ് ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകൾ മിസ്സിന് അയച്ചതിനുണ്ടാവില്ല. നിങ്ങൾ എന്തിനാ അയച്ചിരുന്നതിൽ പിശുക്ക് കാണിക്കുന്നത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ടെക്സ്റ്റിലെ വർക്കും നോട്ടിലെ വർക്കും കോപ്പി റൈറ്റിംഗും ഇത് മൂന്നും വേണം അയക്കുമ്പോ. കുറച്ച് വേർഡ് മീനിങ് എഴുതി മിസ്സിന് അയച്ചു. ഞാനിവിടെ മാന്യനായിട്ട് ഇരിക്കാന്നുള്ളൊരു ബോധം വേണ്ട. നിങ്ങൾ ഓരോരുത്തരും എന്തൊക്കെയാ മിസ്സിന് അയച്ചിരുന്നത് കൃത്യമായി മിസ് മാർക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ബെനീറ്റ എവിടെ? എന്താ അയച്ചിരാ തന്നെ മിസ്സിനെ? എക്സാം എല്ലാം കഴിഞ്ഞിട്ട് അയക്കാനാ? ഓൺലൈനിൽ ആയതുകൊണ്ട് അടി കിട്ടൂലെന്നും വിചാരിക്കണ്ട കേട്ടോ. മിസ് പുതിയ കണ്ടുപിടുത്ത അന്നേ പറഞ്ഞില്ലേ, ഓൺലൈനിൽ ഒരു അടിയുണ്ട്, ചുമരിനിട്ടൊരു അടി ഉണ്ടാവും താള പിടിച്ചിട്ട്. അതിന് ഇടവരുത്തരുത്. ഒരാഴ്ചയായി ക്ലാസ് കഴിഞ്ഞിട്ട്. ആഴ്ചയിൽ ഒരു ദിവസം 2 ക്ലാസ് ആണ് ഹിന്ദിക്ക്. ഒരു 2 ദിവസത്തിനുള്ളിൽ വർക്കുകളെല്ലാം ഈ 3 കാര്യങ്ങളും ചെയ്ത് മിസ്സിന് അയക്കണം എന്ന് പറഞ്ഞിട്ട് 4ഓ 5ഓ കുട്ടികളാണ് കൃത്യമായി അത് ചെയ്തു വരുന്നത്. ബാക്കിയുള്ളവരെല്ലാം മാന്യന്മാര്. നമുക്കതൊന്നും വേണ്ടാന്നില്ല ധാരണ. പിന്നെ ക്ലാസ്സിൽ പറഞ്ഞിട്ട് അതിനുശേഷം ആരെങ്കിലും ആ നോട്ട് വേണം ഈ നോട്ട് വേണം എന്നിട്ട് എനിക്ക് ഒരാളും മെസ്സേജ് അയക്കണ്ട. മിസ് അത് കർശനം തന്നെയാണ്. മിസ് ഇത്രയും നാള് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഏത് സമയത്തും അയച്ചോ. അത് രക്ഷിതാക്കളോടും കൂടി പറയാണ്. ഞാൻ ഇത്രയും നാള് നിങ്ങളോട് ദയോടുകൂടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏത് സമയത്ത് അയച്ചാലും ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നു. പക്ഷെ നിങ്ങൾ അത് മുതലെടുക്കുന്നുണ്ട്. നിങ്ങൾ അതെന്തുണ്ട്, എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചെന്നാൽ നിങ്ങൾ അത് നോക്കി എഴുതാതെ എപ്പോഴെങ്കിലും തോന്നുമ്പോ ഒരു ഹിന്ദി കാണുമ്പോ മിസ്സേ 1ാമത്തെ പാഠത്തിന്റെ നോട്ട്, 2ാമത്തെ പാഠത്തിന്റെ വേർഡ് മീനിങ് ഇതെല്ലാം മിസ് അയച്ചതാന്ന് പറയുന്നുണ്ട്. ഇനി മിസ് അതിന് നിൽക്കൂല. മിസ് ഓരോരോ ബുധനാഴ്ചയും ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഗ്രൂപ്പിൽ അയക്കുന്നുണ്ട്. കൃത്യമായി അത് എഴുതിയെടുക്കാത്ത ഒരാളും ഹിന്ദിയുടെ ക്ലാസ്സിൽ ഇരിക്കണ്ട. അത് കർശനം തന്നെ. അതിലിനി ആര് പറഞ്ഞാലും ശരി, സജിത മിസ് അതിൽ കർശനാണ്. പഠിക്കേണ്ട കാര്യത്തിൽ കർശനം. ബാക്കിയെല്ലാം ഓക്കെ. നിങ്ങളോട് തമാശക്കുണ്ട്, നിങ്ങളോട് എല്ലാ ഫ്രണ്ട്ഷിപ്പിനും ഞാൻ മിസ് ഉണ്ട്, നിങ്ങൾ എന്റെ കൂട്ടുകാരനെ എല്ലാം ഓക്കെ. പഠിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും സജിത മിസ്സിനില്ല. മിസ് പറഞ്ഞ കൃത്യമായി കേട്ടോ നിങ്ങള്? അടുത്ത ക്ലാസ് 1 മണിക്കുണ്ട്. 1 മണിക്ക് നിങ്ങളുടെ അടുത്ത ക്ലാസ് ഉണ്ട്. നിർബന്ധമായും എല്ലാവരും ടെക്സ്റ്റും നോട്ടും കോപ്പി റൈറ്റിംഗും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവണം. ആ ക്ലാസ്സിൽ മിസ് പഠിപ്പിക്കുന്നെല്ല ഉണ്ടാവുക. മിസ് ഓരോരുത്തരെ പേര് വിളിക്കും. പേര് വിളിക്കുന്നവർ അത് ആ പേജ് സ്ക്രീനിൽ എനിക്ക് കാണിച്ചു തരണം. നിങ്ങൾ ഓരോരുത്തരും കാണട്ടെ നിങ്ങളെ നോട്ട്ബുക്കിന്റെ വർക്കില്. കുറെ പേർക്ക് നോട്ടേ ഇല്ല ഹിന്ദിയുടെ. ഇതുവരെ നോട്ട് തൊടാത്തവർ ഈ ക്ലാസ്സിലുണ്ട്. മിസ് പറഞ്ഞുതരാൻ ആരാന്ന്? മിസ് ഓരോരുത്തരെയും പേര് വിളിക്കണം. ആരാന്ന് ഇതുവരെ ഹിന്ദി നോട്ട് ഇതുവരെ തൊടാത്തവര്? ഇങ്ങനെ നിങ്ങൾ എന്നാ അവസ്ഥ? ഒരു കൊല്ലം കൂടുമ്പോ ഒരുമിച്ചിട്ട് എഴുതാനാ? 2022 മാർച്ചിൽ എക്സാം ആകുമ്പോ ഒരുമിച്ച് അങ്ങ് എഴുതിട്ട് അങ്ങ് അയക്കാനാ? അതിലൊരു അളവും മിസ് തരില്ല. ബുധനാഴ്ച തന്ന വർക്കാണ്. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് സമയം ഞാൻ തരുന്നുണ്ട്. ഇനി അഥവാ നിങ്ങൾ ആരെങ്കിലും ചെറിയ കുട്ടികളല്ലേ എന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും മിസ്സേ ഞാൻ കുറച്ച് അധികം വൈകിപ്പോയി, ഞാൻ പള്ളിയിൽ പോയതുകൊണ്ട് തിരക്കാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാരണത്തിന് പോയി, ഞാൻ മിസ്സേ നാളെ അയക്കാന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ സമയത്ത് അയച്ചിരിക്കണം.
നിങ്ങൾക്ക് അങ്ങനെ ഇളവ് മിസ് തരുന്നുണ്ട്. ശനിയാഴ്ച വരെ കുറച്ച് കുട്ടികൾക്ക് പറഞ്ഞവർക്ക് കുറച്ച് വൈകിട്ട് സമയം വേണം, ശനിയാഴ്ച വരെ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇനിയും അയക്കാനാവുന്നില്ല എങ്കിൽ നിങ്ങൾ പിന്നെ ഹിന്ദിയുടെ ക്ലാസ്സിൽ ഇരിക്കേണ്ട ആവശ്യം എന്താ? ഒരുത്തരും ഇരിക്കണ്ട. എനക്ക് നിർബന്ധമേ ഇല്ല നിങ്ങൾ പഠിക്കണമെന്ന്. പറഞ്ഞ അനുസരിക്കാത്ത ഒരാളും പഠിക്കണ്ട. ഹിന്ദി എക്സാം അറ്റൻഡ് ചെയ്യാനും ഞാൻ വിടൂല. ഹിന്ദി എക്സാം അറ്റൻഡ് ചെയ്താലേ നിങ്ങളെ 4ാം ക്ലാസ്സിന് 5ാം ക്ലാസ്സിൽ പ്രൊമോഷൻ കിട്ടൂലോ അല്ലേ? അപ്പൊ മിസ് അറ്റൻഡ് ചെയ്യാൻ വിട്ടില്ലെങ്കിലോ നിങ്ങൾ 4ല് ഒരു തവണയും കൂടി ഇരുത്തും. മിസ് അങ്ങനെയുള്ള പ്ലാനിങ്ങിന്റെ തയ്യാറെടുപ്പില്ല. ഇപ്പൊ കൃത്യമായി ഓരോരുത്തരും ടെക്സ്റ്റിലെ വർക്ക്, നോട്ടിലെ വർക്ക്, കോപ്പി റൈറ്റിംഗ്, ഇത് 3 നിർബന്ധമായിട്ട് അയക്കണം. 3ഉം കംപ്ലീറ്റ് ആക്കിയിട്ട് അയക്കണ്ടു. അല്ലാതെ വേർഡ് മീനിങ് മാത്രം കുറച്ച് എഴുതി അല്ലെങ്കിൽ കോപ്പി മാത്രം ഒരു പേജ് എഴുതി മിസ്സിന് അയച്ചാലാ എന്റെ നോട്ട് കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കണ്ട. മിസ് അത് നോട്ട് കൃത്യമായി ചെയ്തു വെക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും 1 മണി വരെ സമയം മിസ് തരുന്നുണ്ട്. 1 മണിക്കുള്ളിൽ ഇതുവരെയുള്ള എല്ലാ വർക്കുകളും ചെയ്ത് അയക്കാത്തവർക്ക് ലാസ്റ്റ് ചാൻസ് ആണ്. 1 മണിക്ക് എല്ലാവരും ഈ 3 ബുക്കുകളും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവണം. ക്ലാസ്സിൽ ഞാൻ ചോദിക്കുന്നവർ എനിക്ക് കാണിച്ചു തരേണ്ടി വരും. ഓക്കെ, ഇത്രയും മിസ്സിനെ ദേഷ്യത്തിൽ പറയിപ്പിക്കാൻ ഇടവെറ്റത് നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ അന്നു തരുന്ന വർക്കുകൾ അന്നു ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര ദേഷ്യം വരില്ലായിരുന്നു. ഓക്കെ, യെസ്. എനിക്ക് വൈറൽ പനിയായിരുന്നു. സാമൂലാണോ പറയുന്നത്? എന്താണ് പറയുന്നത്? ക്ലിയർ ആയി പറ. അന്ന് എനിക്ക് പനിയായിരുന്നു. സാമൂലിന് പനി ആയതുകൊണ്ട് ഇതുവരെ അയച്ചില്ല എന്നാണോ? ഇപ്പോഴെങ്ങനെയുണ്ട്? പനി കുറഞ്ഞോ? വൈറൽ ഫീവറാ. അതെയോ? അപ്പൊ എത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് അയക്കാൻ പറ്റുന്നുള്ളത് മിസ്സിനോട് പറഞ്ഞാ മിസ് പെർമിഷൻ തരാം. ക്ഷീണം മാറിയോ? എത്ര ദിവസം എനിക്ക് വേണം അയക്കാൻ വേണ്ടിയിട്ട്? മിസ് തരാം. സുഖമില്ലാത്തവരുടെ എനിക്ക് ഒന്നും നിർബന്ധം മിസ് പറയില്ല. പറഞ്ഞോ. ശനിയാഴ്ചക്കുള്ള അയക്കോ? ശനിയാഴ്ച വരെ സമയം സാമൂലിന് മാത്രം തന്നിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും 1 മണി വരെ സമയം, ഇന്ന് ഉച്ചക്ക്. ഓക്കെ, ടേക്ക് യുവർ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക്. അതില് ലാസ്റ്റ് വർക്കുകൾ റാണി ചെന്നമ്മാല ലെസണിൽ ഏത് വർക്കാ മിസ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്? എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്തിരുന്നേ ക്ലാസ്സില്. പിന്നെ ഇടക്കിടക്ക് എന്താ ഇത് ഓഫായി പോന്ന് വീഡിയോ? അതില് കൈ ഇങ്ങനെ നീട്ടി ഇങ്ങനെ പോകേണ്ട ആവശ്യം എന്താ? വീഡിയോ ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് ക്ലാസ് കഴിയുന്നത് വരെ വീഡിയോ നിർബന്ധമായി ഓൺ ആക്കിയിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ബിസിനസിന് വേണ്ടിട്ട് അപ്പൊ ഓഫ് ആക്കും. ആരുടെങ്കിലും അടുത്തുനിന്ന് സംസാരിക്കണമെങ്കിൽ അമ്മയോടോ ഏച്ചിയോടോ അല്ലെങ്കിൽ അനിയനോടോ സംസാരിക്കുമ്പോ അപ്പൊ വീഡിയോ ഓഫ് ആക്കും. അതിന്റെ ആവശ്യമില്ല. ക്ലാസ് കഴിയുന്നവരെ നിങ്ങൾ മിണ്ടാതെ അവിടെ ഇരുന്നോളാം. ഏത് വർക്കാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്? ഏതാണ്? ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ അടയാളപ്പെടുത്തി അല്ലെ? 5 എണ്ണം അടയാളപ്പെടുത്തിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് തേർഡ് നമുക്ക് പറയാം. ഉചിത വികൽപ് പർ സഹീക നിശാൻ ലഗാവോ. ചൂസ് ആൻഡ് ടേക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. ശരിയായ ആൻസറിന് ടിക്ക് ചെയ്യാൻ. ഫസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് റാണി ചെന്നമ്മ കാ ജന്മ കഹാ ഹുവാ ഥാ. എവിടെ റാണി ചെന്നമ്മ ജനിച്ചത്? റാണി ചെന്നമ്മ കാ ജന്മ കഹാ ഹുവാ ഥാ. അവിടെ ആൻസർ ഉണ്ടല്ലേ? കഗ്ദി മേം, മൈസൂർ മേം, ജാൻസി മേം. കറക്റ്റ് ആൻസർ ഏതാ ടിക്ക് ചെയ്തത്? കഗ്ദി മേം. ആരാധ്യ, സന, നിഹാര, സിദ്ധാന്ത്, ആസിയ. ഇപ്പൊ ഞാൻ എടുത്ത് പുറത്തേക്ക് എറിയും. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് കയറാൻ പറ്റില്ല. അങ്ങനെ തൂക്കി പിടിച്ച് ഞാൻ മഴയത്ത് എറിയും. വീഡിയോ ഓഫ് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ വീഡിയോ ഓഫ് ചെയ്യരുത്. നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ഒന്നും എനിക്ക് കാണണ്ട. ടോഷൻ ടിറ്റൂസ് ഇവരെ കൈ വെക്കുന്ന എവിടെ? നിങ്ങൾ വമ്പന്മാരാണല്ലോ. എടുത്തിട്ട് അങ്ങനെ ഞാൻ മഴയത്തേക്ക് എറിയും കേട്ടോ. ആരാധ്യ, ലാസ്റ്റ് വാർണിംഗ് ആണ്. ഇനി ക്ലാസ്സിന് വീഡിയോ ഓഫ് ചെയ്തവരെ അപ്പൊ ഞാൻ മിസ് റിമൂവ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. ഓക്കെ, ഓക്കെ ആണല്ലോ? സന എന്താ മോളെ?
മിസ്സേ ഞാൻ വീഡിയോ ഓഫാക്കിയതില്ല, ഇടയ്ക്ക് നെറ്റ് കട്ടായതാണ്. വീഡിയോ ഓഫ് ചെയ്യുന്നതല്ല, ഇടയ്ക്ക് നെറ്റ് കട്ടായതാണ്. ഇടയ്ക്ക് നെറ്റ് കട്ടാവുന്നു. ഓക്കെ, മിസ്സിന് നെറ്റ് കട്ടാവുന്ന മിസ്സിന് കൃത്യമായി മനസ്സിലാവും. കേട്ടല്ലോ? ഓക്കെ, നിങ്ങളുടെ കൈവിരല് കുറെ പേര് ഇങ്ങനെ ഓഫ് ചെയ്യാൻ പോകുന്നത് മിസ് കാണുന്നുണ്ട് ഇവിടെ. നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന പൊസിഷൻ എല്ലാം മിസ്സിന് മനസ്സിലാവും. അതുകൊണ്ടാ മിസ് പറഞ്ഞത് ക്ലാസ് കഴിയുന്നത് വരെ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്യരുത്. മിസ് വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോയി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങളോടും പറഞ്ഞത് നിങ്ങളും അതുപോലെ ക്ലാസ് കഴിയുന്നത് വരെ എല്ലാ ക്ലാസ്സിലും വീഡിയോ ഓഫ് ചെയ്യാതെ നിർബന്ധമായും ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. राजा मल्ला सरदार का संबंध किस घराने से थे? എവിടുത്തെ രാജാവാണ് രാജാ മല്ല സർദാർ? കിത്തൂർ സേ. കിത്തൂർ സേ. വെരി ഗുഡ്. ടെക്സ്റ്റ് വായിച്ചൊരു കിട്ടും. മൂന്നാമത്തെ ആൻസർ കിത്തൂർ സേ. മിസ് പറയുമ്പോ തന്നെ മാർക്ക് ചെയ്തോ. കുറച്ച് കഴിയുമ്പോ മിസ്സേ അതിന്റെ ആൻസർ എവിടെ, ഇതിന്റെ ആൻസർ എവിടെ എന്ന് ചോദിക്കരുത്. കിട്ടിയില്ലെങ്കിൽ ക്ലാസ് തന്നെ ചോദിക്കാം. നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് ചോദിക്കാം ഏതാണെന്ന്. കിത്തൂർ സേ. പേജ് നമ്പർ 34 ഉചിത വികൽപ പർ സഹി കാ നിശാൻ ലഗാവോ എന്ന ക്വസ്റ്റ്യൻ ആൻസർ ആണ് പറയുന്നത്. അതിൽ രണ്ടാമത്തെ ആൻസർ കിത്തൂർ സേ. മാർക്ക് ചെയ്തോളൂ. തേർഡ് വൺ. अंग्रेजों की किस नीति के अनुसार गोद लिए हुए पुत्रों को राज करने का अधिकार नहीं थे? അതായത് രാജാവ് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ എന്താണ് പുത്രന്മാർക്കാണ് പിന്നീട് ഭരണം ഭരിക്കാൻ വേണ്ടി നൽകുക അല്ലെ? ആ കിരീടം നൽകുക പുത്രന്മാർക്കാണ്. അപ്പൊ ഏത് ഇതിലാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ആ ബുക്ക് അതിന്റെ പേരെന്താണ്? ഡോക്ട്രിൻ ഓഫ് ലെബ്സ്. രണ്ടാമത്തെ ബോക്സ് ടിക്ക് ഇടുക. അത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആരാധ്യ, ആരാധ്യ പ്രജിത്ത്. ഓക്കെ ആണോ? നെക്സ്റ്റ്. ഉചിത ശബ്ദ ലിഖിക്കർ വാക്യ പൂരേ കരോ. ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ? ഉചിതമായ ശബ്ദങ്ങള് ചേർത്തിട്ട് വാക്യത്തിൽ പ്രയോഗിക്കള്. ആ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന വാക്കുകളാണ്, ശബ്ദങ്ങളാണ് നമ്മുടെ പ്രത്യയങ്ങൾ എന്ന് പറയുന്ന സംഭവം. കാരകങ്ങള്, പ്രത്യയങ്ങള്, പരസർഗങ്ങൾ എന്നൊക്കെ പറയും ഹിന്ദിയില്. കുറച്ച് വിഭക്തി പ്രത്യയങ്ങളുണ്ട് ഹിന്ദിയില്. നേ, കാ, കേ, കി, കോ, സേ, മേം, പർ. ഇത്രയുമാണ് ഹിന്ദിയിലെ വിഭക്തി പ്രത്യയങ്ങൾ. ഇത്രയേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പൊ ആ വിഭക്തി പ്രത്യയങ്ങളാണ് മക്കളെ നിങ്ങൾ അത് ചേർത്തിട്ട് ഇതിലേക്ക് ഫിൽ ചെയ്യേണ്ടത്. ആരാധ്യ വീഡിയോ ഓഫ് ചെയ്യുന്നത് നമ്മളെ നെറ്റ് പോകുന്നുണ്ടോ? ഓക്കെ, നെറ്റ് സ്ലോ ആവുന്നത് മിസ്സിന് മനസ്സിലാവുന്നുണ്ട്. ബാക്കിയുള്ളവര് നിങ്ങളുടെ കൈ ഉപയോഗിച്ച് കൃത്യമായി ഓഫ് ചെയ്യുന്നത് മിസ്സിന് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് മിസ് നിങ്ങളോട് ഇത്രയും വഴക്ക് പറഞ്ഞത്. നിങ്ങളുടെ സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ ഈ എന്താ പറയണ്ട മടി, അലസത അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ആദ്യം വഴക്ക് പറഞ്ഞത്. അപ്പോ ഫസ്റ്റത്തെ വേർഡിനെ നമ്മുടെ അവിടെ ഉണ്ട് ആൻസർ അല്ലേ? ചെന്നമ്മ കർണാടക ഡേഷ് കിത്തൂർ രാജ്യ ഡേഷ് റാണിധി. ചെന്നമ്മ കർണാടകത്തിലെ കിത്തൂർ രാജ്യത്തിലെ റാണിയായിരുന്നു. അപ്പൊ അവിടെ എന്താ? പേജ് നമ്പർ 34 ലാസ്റ്റത്തെ ഭാഷാ കി ബാത്ത്, അതിൽ ഫസ്റ്റ് ആണ് പറയുന്നത്. അപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, ചെന്നമ്മ കർണാടക കെ കിത്തൂർ രാജ്യ കി റാണിധി. അപ്പൊ അതിന്റെ ആ പരസർഗങ്ങളെ പ്രത്യയങ്ങളുടെ മീനിങ് അറിയെങ്കിൽ മാത്രമേ നമുക്ക് അത് അവിടെ ചേർക്കാൻ പറ്റുള്ളൂ. ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. കാ, കെ, കി എന്ന് പറഞ്ഞാൽ ഇന്റെ, ഉടേ, ഉള്ള, അങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട് അല്ലേ? രണ്ടാമത്തെ റാണിനെ ശിവലിംഗപ്പ ഡേഷ് അപ്പിന ഉത്തരാധികാരി ബനായ. റാണി ശിവലിംഗപ്പയെ
തന്റെ അധികാരം ഏൽപ്പിച്ചു നൽകി. അപ്പൊ എ അല്ലെങ്കിൽ ഇന്ന് നേ ഇങ്ങനെ അർത്ഥം വരുന്ന വേർഡ് ഉണ്ട്. കോ എന്നാണ് അവിടെ ചേർക്കേണ്ടത്. എന്താണ് അതിന്റെ മീനിങ്? കോ. കോ നേതാ മനസ്സിലായോ? ആറാമത്തെ ശബ്ദം കോ. കേ അല്ല കോ ആണ്. കോ എന്ന് എഴുതുമ്പോ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കേയും കീയലിലും ഒന്ന് തന്നെ അല്ലേ? പക്ഷെ കോ എഴുതുമ്പോ കാന്ന് എഴുതുക, കാന്നാക്കുക, അതിന് മുകളിൽ ചെരിച്ചൊരു വര, അതാണ് കോ. ആറാമത്തെ വേർഡാണ് എടുത്തെഴുതേണ്ടത്. മാറിപ്പോലെ അവിടെ കെ എഴുതിയ നിങ്ങളുടെ ആൻസർ മാറും. റാണീനെ ശിവലിംഗപ്പാക്കോ അപ്പന ഉത്തരാധികാരി ബനായ. തേർഡ് വൺ റാണി ഡേഷ്. റാണി ഡേഷ് നേ അവിടെ ചേർക്കേണ്ടത് നേ. റാണീനെ നേ എന്ന് പറഞ്ഞ അർത്ഥമില്ല. അത് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നേ ഉപയോഗിക്കുന്നത്. റാണീനെ, ബെനീറ്റാനെ, ജൂലിയറ്റിനെ, എഡ്വിനെ അങ്ങനെ പേരിന്റെ കൂടെ ചേർക്കാൻ വേണ്ടിയാണ് നേ. अंग्रेजों का आदेश मानने डैश ഇൻകാർ കർ ദിയ. ഇൻകാർ കർണ തിരസ്കരിക്കുക, അവഗണിക്കുക. ഇവിടെ സേ ആണ് രണ്ടാമത് ചേർക്കേണ്ടത്. സേ. ആദേശ് മാനേ സേ. റാണീനെ अंग्रेजों का आदेश मानने से इनकार कर दिया. ആരെങ്കിലും ഇനി പ്രസന്റ് ടൈപ്പ് ചെയ്യാത്തവരുണ്ടോ? ഒരു തവണ മാത്രമേ ടൈപ്പ് ചെയ്യണ്ടൂ. ആ ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്യാത്തവര് മറന്നു പോയവരുണ്ട് ടൈപ്പ് ചെയ്യണേ. ഞാൻ ടൈപ്പ് ചെയ്യുമ്പോ വീഡിയോ ഓഫ് ആവും. അത് സാരമില്ല, ടൈപ്പ് ചെയ്തിട്ട് പിന്നെ വീഡിയോ ഓൺ ആയിക്കോ. ഓക്കെ. ആസിയ സഫ വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ. അപ്പോ റാണീനെ अंग्रेजों का आदेश मानने से इनकार कर दिया. കംപ്ലീറ്റ് ആയോ അത്? ഇനി പ്രസന്റ് ടൈപ്പ് ചെയ്തവര് വീണ്ടും പോയി ചെയ്യണമെന്ന് മിസ് പറഞ്ഞില്ല കേട്ടോ. ഒരു തവണ ചെയ്യാത്തവരുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. നിങ്ങൾ 4, 5, 10 പ്രാവശ്യമോ ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒരു പ്രസന്റേ മിസ്സിന് തരാൻ പറ്റുള്ളൂ. 10 അയച്ചിട്ട് 10 മിസ്സിന് പ്രസന്റ് തരാൻ പറ്റുമോ? വെറുതെ അയക്കാന്നല്ലേ ഉള്ളൂ. ഒരു തവണയെ വേണ്ടു. പ്രസന്റ് അടിക്കാൻ എന്താണ് ആരാധ്യ? പ്രസന്റ് അടിക്കാൻ പറ്റുന്നില്ല. പ്രസന്റ് അടിക്കാൻ പറ്റുന്നില്ല. ഇല്ലേ? അയ്യോ, എന്നാ മിസ് തരാട്ടോ. നിനക്ക് പറ്റാത്തോണ്ടാന്ന് മിസ് സാറിനോട് പറയാം. ഓക്കെ. नंबर 4 उन्हें किले डैश बंदी बनाकर रखा गया. അവരെ കോട്ടയിൽ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തല്ലേ? കോട്ടയിലാക്കി, ജയിലിലാക്കി. കിലേ മേം. മേം മേം അവിടെ ചേർക്കേണ്ടത് മേം. എന്റെ എഡ്വിനെ ഇങ്ങനെ രാവിലെ ഉറക്കം തൂങ്ങുന്നത്? മുമ്പ് അതങ്ങ് നാടകം കാണാൻ ഉത്സവം കാണാൻ പോയി എന്ന് പറയാം. ഇപ്പൊ എന്താണ്? ഗെയിം കളിച്ചിട്ടാണോ ഉറക്കം തൂങ്ങുന്നത്? പിന്നെന്താ? ഫ്രഷ് ആയിട്ടൊന്നും ഇല്ല അല്ലേ? കൊറേ പേര് വാഷ് ചെയ്തിട്ടും കൂടി ഇല്ല. കൊറേ പേരുടെ പല്ലുകൾ മഞ്ഞ കളർ കാണുന്നുണ്ട്. ഒറ്റൊരാള് പല്ല് കാണിക്കണ്ട, അതാ നല്ലത്. പല്ല് തേക്കാത്ത ഒരാളും പല്ല് കാണിക്കണ്ട. ക്ലാസ്സിന് മുന്നേ കുളിച്ച് ഫ്രഷ് ആവണം, നല്ല മക്കളാവണം എന്ന് മിസ് പറയാറില്ലേ? നല്ല ശീലങ്ങളെ പാടുള്ളൂ. കൊറേ പേര് ഇങ്ങനെ ഉറക്കത്തിൽ എഴുതിട്ട് ഇങ്ങനെ എന്താ പറയണ്ടേ? അങ്ങനെയുള്ളത് മടിയന്മാരായി വരുന്നല്ലേ? ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് 10 മണി വരെ ഉറക്കം, ദുശീലങ്ങളെല്ലാം വന്നു. എന്താ ടോഷിൻ? കണ്ടു 5 പേരിലുണ്ടെന്ന് മനസ്സിലായി. എന്താണ്? ഹിന്ദിയിൽ എങ്ങനെയാ വീട് എവിടെയാന്ന് ചോദിക്കുന്നേ? ഹിന്ദിയില് എങ്ങനെയാ വീട് എവിടെയാ അങ്ങനെ ചോദിക്കുന്നേ? ഹിന്ദിയില് മനസ്സിലായിട്ടില്ല മോനെ. ഹിന്ദിയില് വീട് എവിടെയാന്ന് എങ്ങനെ ചോദിക്കുന്നേ? വീട് എവിടെയാണെന്നാണോ? വീട് എവിടെയാന്നാ? തുമാരാ ഘർ കഹാം ഹേ?
എന്നോട് ചോദിക്കാനാ? തുമാരാ ഘർ കഹാം ഹേ, നിങ്ങളുടെ വീട് എവിടെയാണ്? ഓക്കെ, അപ്പൊ അത് 4 എണ്ണമായി. നെക്സ്റ്റ് വിലോമ ശബ്ദം. എനക്ക് തേർഡ് വണ്ണ് രണ്ടാമത്തെ കിട്ടി. റാണീനെ ആദ്യം, രണ്ടാമത് സേ. ഈ വിലോമ ശബ്ദം ഓപ്പോസിറ്റ് വേർഡ് വീരത, കായരത. ബ്രാക്കറ്റിലുണ്ട്. പാസ് ഓപ്പോസിറ്റ് വേർഡ് ദൂർ. പാസ് എന്ന് അടുത്ത്, ദൂർ എന്ന് പറഞ്ഞാൽ ദൂരെ, അകലെ. ദൂർ, പാസ്, ദൂർ. അവിടെ നമ്പർ ഇട്ട് വെച്ചോ, പിന്നീട് എഴുതിയാൽ മതി. സമയം പിന്നീട് ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. നമ്പർ അവിടെ ഇട്ട് വെച്ചാൽ മതി. പാസ്, ദൂർ. സമ്മാൻ, സമ്മാൻ, അപമാൻ. അഞ്ചാമത്തെ വേർഡ്. മിസ് അത് ഗ്രൂപ്പിൽ അയച്ചു തരും. ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇന്നേ അയച്ചു തരുള്ളൂ. വീണ്ടും വീണ്ടും ചോദിക്കരുത്. നിങ്ങൾ കുറെ പേര് അങ്ങനെ ഉണ്ട്. എത്ര തവണ അയച്ചെന്നാലും കാണൂല. പിന്നെയും മിസ്സിനോട് പേഴ്സണൽ ചോദിക്കും, മിസ്സേ ഒന്നാമത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ, രണ്ടാമത്തെ അതിന്റെ വാക്യത്തെ പ്രയോഗിക്കലോ ഒന്ന് തരാമോ എന്ന് ചോദിക്കും അല്ലേ. മടിയന്മാര് അന്നേരം ചെയ്യൂല. 1 മാസം കൂടുമ്പോ ഒരിക്കൽ ചെയ്യും. പിന്നെ എങ്ങനെ? മിസ് എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. എന്താണ് സാമുവലേ? മിസ്സിന് ക്ലിയർ ആയി കേൾക്കുന്നില്ല മോനെ. എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. തലവേദന എടുക്കുന്നുണ്ടോ? നീ റെസ്റ്റ് എടുത്തോ, പോയിക്കോ. പിന്നീട് നിന്റെ റെസ്റ്റ് എല്ലാം പനിയൊക്കെ മാറി നീ യൂട്യൂബിൽ ക്ലാസ് കണ്ടാ മതി. ഓക്കെ, മിസ് പ്രസന്റ് തരും. നീ ലീവ് അടിച്ച് പോയിക്കോ, പോയി റെസ്റ്റ് എടുക്കട്ടോ. ഓക്കെ, വയ്യെങ്കിൽ എന്തിനിരിക്കുന്നു രാവിലെ? ഓക്കെ. സമ്മാൻ, അപമാൻ. നെക്സ്റ്റ് രുചി, അരുചി. രുചി, അരുചി. നിത എവിടെ പോയി? നിത മഴ കാണാൻ പോയോ? വീഡിയോ ഓഫ് ചെയ്തിട്ട്. ജൊഹാന അടി അടി അടി. വീഡിയോ ഓഫ് ചെയ്തത് ഞാൻ കുറെ തവണയല്ലേ പറയുന്നത് നിത. രുചി, അരുചി. ഇച്ഛ, അനിച്ഛ. ഇച്ഛ, അനിച്ഛ. ഇച്ഛ, അനിച്ഛ. സ്വീകാർ, അസ്വീകാർ. സ്വീകാർ, അസ്വീകാർ. സ്വീകാർ, അസ്വീകാർ. കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയോ? മിസ് എനിക്ക് മൂന്നാമത്തെ ഒന്ന് പറഞ്ഞു തരുമോ? വീരത, കായരത. പാസ്, ദൂർ. സമ്മാൻ, അപമാൻ. രുചി, അരുചി. ഇച്ഛ, അനിച്ഛ. സ്വീകാർ, അസ്വീകാർ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. ഏതെങ്കിലും ക്ലാസ് ആബ്സെന്റ് ആവുകയാണെങ്കിൽ നിർബന്ധമായും അതാത് ടീച്ചേഴ്സിന് ലീവ് നേരത്തെ അറിയിക്കണം. ക്ലാസ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടില്ല ഇന്ന കാരണം കൊണ്ടാണ് ലീവായെന്ന് പറയേണ്ടത്. ക്ലാസ്സിന് തൊട്ട് മുന്നേ മിസ്സിനെ വാട്സാപ്പിൽ മെസ്സേജ് വിട്ടാൽ മതി. വിളിക്കണമെന്നില്ല. വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, ഇന്ന കാരണം കൊണ്ട് ഞാൻ ഈ ക്ലാസ്സിൽ ലീവാണ്. അത് എനിക്ക് മാത്രമല്ല എല്ലാ ടീച്ചേഴ്സിനും ബാധകമാണ്. ഓക്കെ, മറന്നുപോലെ കുട്ടികളെ, നിർബന്ധമായും നിങ്ങൾ അയച്ചിരിക്കണം. ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് മിസ്സിനെ വിളിക്കും. മിസ്സേ അതുകൊണ്ടാണ് മിസ്സേ ഞാൻ ക്ലാസ് കയറാനെന്ന് പറയും. അലൻ പി സാംസൺ ഉണ്ടോ ക്ലാസ്സിലെ? അലൻ പി സാംസൺ ഇല്ല.
നെക്സ്റ്റ് കണ്ടോ നിങ്ങള്? ആ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിൽ കുറച്ചൊരു മിസ്റ്റേക്ക് ഉണ്ട്. दिए गए शब्दों से अपनी मातृभाषा में वाक्य बनावो എന്നാണ്. കണ്ടോ നിങ്ങള്? നമ്മുടെ മാതൃഭാഷ എന്ന് പറഞ്ഞാൽ ഏതാണ്? മദർ ടങ് മലയാളാണ് അല്ലേ? താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് മലയാളത്തിൽ വാക്യത്തിൽ പ്രയോഗിക്കണം എന്നാ പറഞ്ഞു. അങ്ങനെ ആവോ നിങ്ങൾക്ക്? ഇല്ല അല്ലേ? ആവില്ല. താഴത്തെ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്താ മതി? ടെക്സ്റ്റ് നോക്കിയിട്ട് ആ വേർഡ് വരുന്ന സെന്റൻസ് എടുത്ത് എഴുതിയാൽ മതി. അങ്ങനെ വാക്യത്തെ പ്രയോഗിച്ചാൽ മതി. ഹിന്ദി തന്നെ എടുത്ത് എഴുതിയാൽ മതി. അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഹോംവർക്ക്. ടെക്സ്റ്റ് വായിക്കണം. ഈ വേർഡ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? വാക്യത്തിൽ പ്രയോഗിക്കണം. നിങ്ങൾക്ക് എല്ലാം മിസ് വായുളിക രൂപത്തിൽ തന്നാലേ നിങ്ങൾ പഠിക്കുന്നില്ല. എല്ലാം ആൻസർ മിസ് അങ്ങ് വാട്സാപ്പിലായിരിക്കും. നിങ്ങൾ നോക്കി പകർത്തും. നിങ്ങൾ പാഠഭാഗം വായിക്കില്ല. അതുകൊണ്ട് ഇതിന്റെ ആൻസർ നിങ്ങൾ ഹോംവർക്കായിട്ട് എഴുതണം. എഴുതിട്ട് മിസ്സിന് അയച്ചു തരണം. പാഠഭാഗം വായിക്കുക. ഈ വാക്കുകൾ ഉപയോഗിച്ച് വാക്യത്തിൽ പ്രയോഗിക്കുക. ഒരു സെന്റൻസ്. ഓക്കെ. ആദേശ് പേജ് നമ്പർ 35 ഫസ്റ്റ്. ആദേശ്, ഹസ്തക്ഷേപ്, മുക്കാബല, ബന്ദി. കണ്ടോ? പറഞ്ഞോ. പേജ് നമ്പർ 34 ടിക്ക് ദ കറക്റ്റ് ആൻസറിലെ ലാസ്റ്റ് വൺ എനിക്ക് കിട്ടിയിട്ടാ. ലാസ്റ്റ് രണ്ടാമത്തെ ആൻസർ ഡ്രോപ്ഡ് ഓഫ് ലെബ്സ്. രണ്ടാമത്തെ ബോക്സ്. മിസ് അതിപ്പോ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഗ്രൂപ്പിൽ അയക്കും. നിങ്ങൾ ചെക്ക് ചെയ്തോ കിട്ടാത്തത്. ഓക്കെ. ഓക്കെ അല്ലേ? അപ്പൊ അത് ഹോംവർക്കായി ചെയ്യണേ. വാക്യത്തിൽ പ്രയോഗിക്കേണ്ടത്. നെക്സ്റ്റ് രാക്കേ രൂപം കെ ദോ ഉദാഹരണം ലിഖോ. നമ്മൾ രാ ഉപയോഗിച്ച് അല്ലെ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ പറഞ്ഞ രാ ഉപയോഗിച്ചാണ്. രായുടെ വേറൊരു രൂപമാണ് അല്ലേ? അപ്പൊ ഇവിടെ നോക്ക്, ഇറന്നില്ലേ 3 തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഹിന്ദിയില്. രാ ഉണ്ടോ? ഫസ്റ്റ് ഇറന്നില്ലേ മുകളിലുള്ള ഇറന്നുള്ള ചിഹ്നം, ഓരോ അക്ഷരത്തിന്റെ മുകളിൽ ഇറന്നുള്ള ചിഹ്നം വരുന്നത് ഇർ. പിന്നെ മ്ര, ഗ്ര, ഇങ്ങനെ ഗ്ര, അങ്ങനെ പ്ര, അങ്ങനെ വരുന്ന വാക്ക് അത് റായ വരുക. പിന്നെ മൃ അങ്ങനെ വരുന്നത്. 3 തരത്തിലാണ് അത് ഉപയോഗിക്കുക. അപ്പൊ അതിൽ നമ്മള് ഇഷ്ടമുള്ള ഈ 2 വാക്കുകൾ വെച്ച് എഴുതണം. ഫസ്റ്റ് വേർഡ് അവിടെ കൊടുത്തിട്ടുണ്ട് വർഷ. അങ്ങനെ മുകളിൽ ഈർന്നുള്ള വരുന്ന ഒന്നാമത്തെ കേൾക്കുന്നില്ല സഫ. മിസ്സേ ഒന്നാമത്തത് എങ്ങനെ പറയാന്ന്? ഒന്നാമത്തെ ഇറുന്നുള്ള ചിഹ്നം വർഷം കണ്ടോ ഉപയോഗിച്ചിട്ട്? വർഷ അവിടെ ഉണ്ട് വർഷന്ന്. ബാക്കി നമ്മൾ 2 വാക്കുകൾ എഴുതണം. മിസ് അതിൽ 2 കണ്ടുപിടിച്ച. ഒന്ന് നിർണയ്, കർണാടക. യെസ് പറഞ്ഞോളൂ. കർണാടക പറ്റത്തില്ലേന്ന് ചോദിക്കാൻ വന്നതാ. ഫസ്റ്റത്തേന് കർണാടക പറ്റൂലേന്ന് ചോദിക്കാൻ വന്നതാണ്. ഓ അതെയാ, ഓക്കെ. വെരി ഗുഡ്. അങ്ങനെ കണ്ടുപിടിക്കട്ടോ. അതായത് ഫസ്റ്റത്തേല് കർണാടക ചേരൂലെന്ന് ചോദിക്കായിരുന്നു ഏഞ്ചൽ റോസ്. അപ്പൊ ഫസ്റ്റത്തിൽ ഞാൻ കണ്ടുപിടിച്ച ഏതൊക്കെയാണ്? നിർണയ്, കർണാടക. അതിന് മുകളിൽ ഇരുന്നുള്ള ചിഹ്നം ഉപയോഗിക്കാം. സെക്കൻഡ് വൺ മുഹമ്മദ് ഷാൻ നിദ. വീഡിയോ ഓൺ ചെയ്യാതെ ഒരുത്തനും എന്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട ഞാൻ പറഞ്ഞു. എന്താ വീഡിയോ ഓഫ് ചെയ്തിട്ടിരിക്കുന്നേ? ഉറങ്ങുക? പിന്നെ എഴുതുമ്പോ വീഡിയോ ഓഫ് ചെയ്യുന്നുണ്ടോ? ഇനി വീഡിയോ ഓഫ് ചെയ്ത് അപ്പൊ ഞാൻ റിമൂവ് ചെയ്യും നിങ്ങളെ. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് കയറാൻ പറ്റില്ല. സെക്കൻഡ് ഗ്രാവർ, സംഗ്രഹ. അതുപോലെ വേറെ 2 വാക്കുകൾ ഏതൊക്കെയാ? സാമ്രാജ്യ. ഒന്നതാണ് സാമ്രാജ്യ. പുത്ര,
സാമ്രാജ്യ പുത്ര. ഇപ്പൊ ക്ലാസ് കട്ടാവേ. രാഷ്ട്ര ഡ്രഗ്നോഫ് ലബ്സ് ഒന്ന് അതിലുണ്ട്. മെട്രോ. ഇത് മിസ് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ വാട്സാപ്പിൽ അയക്കും. നിങ്ങൾ അത് നോട്ട്ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം. അടുത്ത ക്ലാസ്സിന് മുന്നേ 1 മണിക്കുള്ള ക്ലാസ്സിന് മുന്നേ സാമൂല ഒഴികെ ബാക്കി എല്ലാ കുട്ടികളും